രുക്മിണി കുറെ നാളോട് ഒരു പാത്രം വേണമെന്ന് പറയുമോ, പക്ഷെ അവൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാധനം ഇവിടെ എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഹോംബാർഗിനിൽ ചെന്ന് തപ്പിയപ്പോൾ സാധനം കിട്ടി, പക്ഷെ അവൾ ഉദ്ദേശിക്കുന്നത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വലിയ പാത്രം. അതുകൊണ്ട് അവിടുന്ന് വേറൊരു കടയിൽ പോകുമെന്ന് പറഞ്ഞിറങ്ങി. അടുത്ത ദിവസം സതീർത്തിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ, അപ്പൊ പിന്നെ അവനും കൂടെ ഒരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് ഇറങ്ങി. ബസ് ഇറങ്ങി അടുത്തൊരു കടയിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ വെയിലത്ത് ഒരു ബിയറൊക്കെ കുടിച്ച് റോഡ് സൈഡിലിരിക്കുന്ന കുറെ പേര് നമ്മൾ കണ്ടു. വഴിയിൽ ചരിഞ്ഞു നിൽക്കുന്ന ഈ പ്രതിമയും കണ്ട് നമ്മൾ കടയെത്തി. പക്ഷെ ഇവിടെയും നമ്മൾ ഉദ്ദേശിച്ച സാധനമില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു യൂബറും പിടിച്ച് നമ്മൾ അടുത്ത കടയിലോട്ട് പോകും. മുമ്പൊന്നും യൂബറിൽ പവർ ബാങ്ക് കളഞ്ഞത് പിന്നെ എപ്പോൾ യൂബർ കയറിയാലും പോക്കറ്റും തപ്പും. ഒന്നും പോയിട്ടില്ലെന്ന് ഉറപ്പുവരും. വീണ്ടും വഴിയിൽ പ്രാവുകളെ കണ്ട് നമ്മൾ കടയിലോട്ട് നടന്നു. അങ്ങനെ അവസാനം അവൾ ഉദ്ദേശിച്ച സാധനം കിട്ടി. ഇന്നേ വരെ അവളുടെ മുഖത്ത് ഞാൻ ഇത്രയും സന്തോഷം കണ്ടിട്ടില്ല. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ രുക്മിണിയുടെ ബർത്ത്ഡേക്ക് വല്ല പാത്രം മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ പാത്രത്തിന്റെ ബില്ലും ചെയ്ത് ഒരു ചാക്ക് സവാള വാങ്ങിച്ച് ഞങ്ങൾ വെളിയിലാണ്. ഇതും കൊണ്ടൊക്കെ റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യൂബർ വിളിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ കൈ പിടിക്കുന്ന പോലെ അവൾ ആ പാത്രത്തെ ലാളിച്ചുകൊണ്ടേയിരുന്നു. അവിടെ കണ്ടുകളിലെ തിളക്കം എനിക്ക് ഇടക്കിടക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.